ആ തമ്പനയിൽ കാണുന്ന അതേ വീടായിട്ട് ഈ രസകരമായിട്ടുള്ള വീടിനെ മാറ്റുന്നതിനിടയിൽ ഒരുപാട് ഇന്നവേറ്റീവ് കാര്യങ്ങൾ ഈ വീടിനകത്തുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. പ്രധാനമായിട്ടും ഇൻറ്റീരിയറിൻ്റെ സൗകര്യങ്ങൾ വളരെയധികം മാറിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒരു കാർ പോർച്ചാണ് ഉണ്ടായിരുന്നത്. പഴയ വീടിൻ്റെ എൻട്രൻസ് അതിലേ ആയിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഹാളിലേക്ക് കയറിയിട്ടൊരു പ്രൈവസി ഒന്നും ഉണ്ടായിരുന്നില്ലേ. ആ പോർച്ചിനെ നമ്മളൊരു ഡ്രോയിങ് റൂം ആക്കിയിട്ട് മാറ്റി. എങ്ങനെയുണ്ട്? പഴയ ചെറിയ ഡ്രോയിങ് റൂമിനെ അതിൻ്റെ കൂടെ അങ്ങ് കയറ്റിയിട്ടുണ്ട്. ആ വിശാലമായിട്ടുള്ള ഡ്രോയിങ് റൂമിൽ നിന്ന് നമ്മൾ നല്ല പ്രൈവസി ഉള്ളതും വലിപ്പമുള്ളതുമായിട്ടുള്ളൊരു ലിവിങ് റൂമിലേക്ക് എത്തി. അത് തന്നെയാണ് ഡൈനിങ് റൂം കേട്ടോ. മുൻപൊരു ചെറിയ സ്റ്റെയർ റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റെയറൊക്കെ തന്നെ നല്ലതായിരുന്നില്ല. അപ്പോൾ സ്ട്രക്ചറിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ അകത്ത് നമ്മളൊരു പില്ലർ ഇടേണ്ടി വന്നു, ഇവിടെയും ഒരു പില്ലർ ഇടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റെയറിൻ്റെ റൂമിൻ്റെ റൂഫൊക്കെ മാറ്റി. ഇവിടെ കണ്ടില്ല, ഒരു കുറച്ച് പോർഷനിൽ നമ്മൾ പുതിയ സ്ലാബ് എടുത്തു, ഡബിൾ ഹൈറ്റൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ ആണെങ്കിൽ തീരെ ചെറിയൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു, ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഇത്രയും സ്ഥലം അഡീഷണൽ എടുത്തു. ചെറിയ പൊക്കം കുറഞ്ഞ ടോയ്ലറ്റുകളെ ജോയിൻ ചെയ്തിട്ട് വലിയ ടോയ്ലറ്റാക്കി. ആ ടോയ്ലറ്റിനകത്തുനിന്ന് ഒരു സ്പേസ് തന്നെ എടുത്തിട്ട് വാഷ് ഏരിയ കൊണ്ടുവന്നു. ഇപ്പുറത്തെ ബെഡ്റൂമും ചെറുത് തന്നെയായിരുന്നു, അതിനെ നമ്മൾ വലുതാക്കി. അതോടൊപ്പം ആ സ്റ്റെയർ റൂമിൻ്റെ ബാക്കിലുണ്ടായിരുന്ന സ്പേസിലേക്ക് അതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ പഴയ അടുക്കള ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, അതിന് അവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല വലിയ അടുക്കള ഉണ്ടാക്കി. അതിലൊക്കെ വളരെയധികം രസകരമായിട്ട് ഇവിടെ പുറത്ത് ഒരു സ്ലാബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വരാന്ത പോലത്തെ സ്ഥലം, ചക്ക വെട്ടാനൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ സ്റ്റെയർ കേസിന് വരെ പുതിയ സ്റ്റെയർ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. ആ സ്റ്റെയർ വഴി കയറി വരുമ്പോൾ നല്ലൊരു ലിവിങ് സ്പേസും, ആ പൊക്കത്തിലുള്ള ജനൽ വഴി താഴത്തേക്ക് ഇഷ്ടംപോലെ വെളിച്ചവും, ഫസ്റ്റ് ഫ്ലോറിലൊരു കോമൺ ടോയ്ലറ്റും, അതോടൊപ്പം തന്നെ നല്ല വെളിച്ചമുള്ളൊരു വലിയ ബെഡ്റൂമും അതിൻ്റെ ടോയ്ലറ്റും, ഇതെല്ലാമായിട്ട് ഉള്ള ഒരു രസകരമായ വീടായിട്ട് ഇത് ചെയ്തു വന്നപ്പോൾ ഒരുപാട് സ്ട്രക്ചറൽ ചലഞ്ചസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ പില്ലറും ബീമും ഒക്കെ നിൽക്കണുണ്ട്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എലിവേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ഇൻറ്റീരിയറെല്ലാം ഉൾപ്പെടെ. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നന്ദി.